എൻ്റെ ഓട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉള്ള ബന്ധം ഇതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ നിന്ന് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 വർഷത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു സ്ഥലത്ത് വെക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വിധിയുണ്ട്. അത് ഇവിടെ അതിൻ്റെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ 8 വർഷമായി. ഞാൻ ഒരുപാട് പേരെ വിളിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പറഞ്ഞത് ഇവർ ആക്രമിക്കും, വീട് കയറി ആക്രമിക്കും എന്നൊക്കെയാണ്. ഈ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ജനങ്ങൾ മരിക്കണം. പഞ്ചായത്തിൻ്റെ അടുത്ത് നമ്മൾ കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ലൈസൻസ് പോലും ഇഷ്യൂ ചെയ്യാത്ത പഞ്ചായത്തിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു നാട് മുഴുവൻ ഇന്ന് ദുരിതത്തിൽ. നെല്ലനാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ മൈലക്കുഴി പ്രദേശത്താണ് 8 വർഷമായി അനധികൃതമായി ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനം മൂലം മാണിക്കൽ, നെല്ലനാട്, മുതാക്കൽ എന്നീ 3 പഞ്ചായത്തിലെ നിവാസികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പരാതി. പ്രസവ സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മാസം തികയാതെയാണ് പ്രസവിച്ചത്. ഇവിടെ ഇരുന്ന് ഓരോ വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്കാണ് ഈ പുക കൊണ്ടുണ്ടാവുന്നത്. വെളുപ്പാങ്കാലം വെളിയിറങ്ങുമ്പോൾ നല്ല രീതിയിൽ സ്മെല്ലടിക്കും. ആ സ്മെല്ലിനകത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ചുമ കാര്യങ്ങൾ, ശ്വാസം മുട്ട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ചുറ്റുപാടുള്ള എൻ്റെ കുഞ്ഞടക്കം ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങൾക്ക് വിട്ടുമാറുന്ന ശ്വാസം മുട്ടും പനിയും എന്ന് വെച്ചാൽ ദേഹത്ത് ഒരുമാതിരി അലർജി കണക്കുള്ള ഇത് വരക്കും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളത് മാറി താമസിച്ച് നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളെല്ലാം ആശുപത്രി കൊണ്ടുപോകണ്ട. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുമ്പോഴേ, ഈ വീട്ടിൽ വരുമ്പോഴേ ഇതാണ് അവസ്ഥ. ഈ ചുറ്റുപാട് വരുമ്പോൾ പിന്നും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാരണമില്ലാത്ത അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ടാർ മിക്സിംഗ് യൂണിറ്റ് മൂലം ജനിച്ചു വീഴുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ, അലർജി എന്നീ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെറും 6 മാസത്തേക്ക് ഉള്ള പെർമിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാന്റാണിത്. അന്ന് അവർ ആദ്യം കൊണ്ടുവച്ചത് നമ്മുടെ മാനുവലായിട്ട് ചെയ്യുന്ന മിക്സപ്പ് മെഷീൻ മാത്രമായിരുന്നു. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇവരുടെ പ്ലാന്റ് വലുതായി. ഇപ്പോൾ 8 വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾ ഇതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒരാഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് ഓരോ വീട്ടിലെയും കുട്ടികളെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞത്. ഈ പ്ലാന്റ് പൂട്ടുന്നത് വരെയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം യാതൊരുവിധ ക്രൈറ്റീരിയയും പാലിക്കാതെ ഒരു പ്ലാന്റ് ഉണ്ടാക്കുക, ഇത് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ വെക്കേണ്ട പ്ലാന്റ് അല്ല. അത്രയും ഹെവി പ്ലാന്റാണ് അവരിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അടുത്ത് നമ്മൾ കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ലൈസൻസ് പോലും ഇഷ്യൂ ചെയ്യാത്ത പഞ്ചായത്തിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ എടുത്ത് കാണിക്കുന്ന ഒരു പേപ്പർ, ഒരു നോൺ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അത് മാത്രമാണ് അവരുടെ അടുത്തുള്ളത്. ഒരു നോൺ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇത്രയും ഹെവി പ്ലാന്റ് ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട് ആരാണ് പെർമിഷൻ കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പഞ്ചായത്ത് ഞങ്ങളുടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് പഞ്ചായത്ത് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. ഇവർക്കെതിരെ ഒരു കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി. അതിനർത്ഥം ഞങ്ങൾ അതിന് മാറ്റി നിർത്തുക, ഓൾറെഡി ഒരു കേസുള്ള സ്ഥലത്ത് വേറൊരു കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അടക്കം ആവശ്യം. അത് അവർ നമ്മൾക്ക് സ്വാധീനങ്ങളില്ലാത്തത് കൊണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങളില്ലാത്തതുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കുകയാണ് അവർ ചെയ്തത്. അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട്. ഇതിനകം തന്നെ പ്രദേശത്ത് നിരവധി മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നിരവധി പേർ ക്യാൻസർ ചികിത്സയിലുമാണ്. ഇവിടെ തന്നെ ഈ തൊട്ടടുത്ത് ഒരു മറ വെച്ച് ഇതിനകത്ത് മറച്ചിട്ടുണ്ട്. അതിനകത്ത് താമസിക്കുന്നവർ 7 വീട്ടുകാരുണ്ട്. പക്ഷേ അവരെ പാവങ്ങളെങ്കിലും തരത്ത് പറ്റിച്ച് അവരുടെ ഇതൊരു ലെറ്റർ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും പരാതിയില്ല എന്ന് പറഞ്ഞു. ആ പരാതി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്. അയാളുടെ പേര് സി ആർ ദിവാകരൻ എന്നാണ്. ആ ദിവാകരൻ്റെ അവസ്ഥ ഇന്ന് എഴിച്ചു നടക്കാൻ വയ്യാത്ത രീതിയിൽ അദ്ദേഹം അവസ്ഥയിൽ കിടക്കുകയാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ അളിയനാണ്. അയാൾ മരണപ്പെട്ടു. തൊട്ടപ്പുറത്ത് അതിൻ്റെ തൊട്ട് മേലെ ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരു വെറും പനി വന്ന് ആശുപത്രിയിൽ പോയതാണ്. ആശുപത്രിയിൽ പോയിട്ട് അവരെ തിരിച്ച് ബോഡിയായിട്ടാണ് തിരിച്ചു വന്നത്. തൊട്ടപ്പുറത്തോട്ട് മാറുമ്പോഴത്തെ പുഷ്പാങ്കതൻ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു. അതിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ മധുവാണ്. മധു ഇതിന് ഒരു 2-3 വർഷമായി ക്യാൻസർ ബാധിച്ചനൊക്കെ, പിന്നെ അയാൾ ഇപ്പം മരണപ്പെട്ടു, അത് പോയി. ഇപ്പം തന്നെ 2 ക്യാൻസർ പേഷ്യൻ്റ് ഇവിടെ ഉണ്ട്. അവരുടെ പ്ലാന്റിൽ നിന്ന് ഒഴുകി വിടുന്ന വെള്ളം, ആ വെള്ളം ഈ വെള്ളം ചെന്ന് പലയിടത്തെയും ആറ്റിലൊക്കെ ചെന്ന് വെക്കുന്ന വെള്ളം ഇതേ രീതിയിലാണ് കറുത്ത കല്ലായി മാറി നിൽക്കുന്നത്. ഇത് ഒഴുക്കി വിടുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് അത് ഞങ്ങളിത് ബന്ധപ്പെട്ടവരുടെയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരുടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും
എൻ്റെ ഓട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉള്ള ബന്ധം ഇതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ നിന്ന് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം മൂലം ഇനിയും അനേകം രോഗികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇങ്ങനെയുള്ളൊരു പ്ലാന്റ്, ഇത് മൊബൈൽ പ്ലാന്റാണ് നേരത്തെ അനുമതി കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ചെയ്ത് ആ വർക്ക് തീരുമ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകുന്ന ഒരു പ്ലാന്റാണ്. അത് 3 വർഷത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു സ്ഥലത്ത് വെക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വിധിയുണ്ട്. അത് ഇവിടെ അതിന്റെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ 8 വർഷമായി. ഞാൻ ഒരുപാട് പേരെ വിളിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പറഞ്ഞത് ഇവര് ആക്രമിക്കും, വീട് കയറി ആക്രമിക്കും എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അതിൽ എനിക്കും ഒരു ചെറിയ പേടിയുണ്ട്. ഞങ്ങളും പെണ്ണുങ്ങൾ മാത്രം കഴിയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടിയുണ്ട്. എങ്കിലും ഇത് മാറ്റണമെന്നുള്ള ആവശ്യമായിട്ടാണ് വന്നത്. ഞങ്ങളെ വീട്ടിലെ 3 പ്ലാസ്റ്റിക് കരിക്കുന്നതിന് പഞ്ചായത്തുകാർ ഹരിതകർമ്മസേനയെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവർക്ക് 100 രൂപ വീതം കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ നമ്മളൊക്കെ കരമടച്ച് തരില്ല, നമുക്ക് പഞ്ചായത്തുമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്തു തരില്ല എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയും ഞാൻ ഇന്ന് വരെ ആ ഹരിതകർമ്മസേനയിൽ പങ്കെടുക്കുകയോ അതിനകത്ത് പൈസ കൊടുക്കുകയോ എൻ്റെ പ്ലാസ്റ്റിക് അവർക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അന്നും അവരുടെ അടുത്ത് പറഞ്ഞത് ഈ പ്ലാന്റ് എന്ന് നിർത്തുന്നോ അന്ന് നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടാർ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമര പ്രക്ഷോഭം നടത്തി. പഞ്ചായത്തിലും മറ്റും പരാതികൾ പലതവണ കൊടുത്തിട്ടും വേണ്ടപ്പെട്ടവർ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന്റെ പ്രധാന പ്രശ്നമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ടാർ പ്ലാന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നിയമലംഘനം നടത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വാദം. കാരണം ഈ ടാർ പ്ലാന്റിൻ്റെ അകത്ത് അവർക്ക് വേണ്ട പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ടുള്ള പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അല്ല ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന അസംസ്കൃത വസ്തുക്കൾ ഒരാഴ്ചയിൽ വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ മാത്രമാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ കയറി നോക്കിയാൽ കാണാൻ കഴിയും ഏകദേശം ഒരു 10 കോടി രൂപയുടെ സാധനം അവിടെ അടിച്ചു മറിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അലർജി പോലുള്ള അസുഖങ്ങൾ, ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ നിരന്തരം ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബൗണ്ടറികളെല്ലാം 8 അടി ഉയരത്തിൽ ബ്രിക്ക് വെച്ചിട്ട് ബൗണ്ടറി ഉണ്ടാക്കുക, വീണ്ടും 4 അടി ഉയരത്തിൽ ഷീറ്റ് വെച്ച് മറയ്ക്കുക. അങ്ങനെ 12 അടി ഉയരത്തിൽ അതിന് ബൗണ്ടറി വേണം എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവ്. കംപ്ലീറ്റ് അടച്ച ഷെഡുകളിലാണ് ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ അത്തരത്തിൽ ഒരു ഷെഡുമില്ല. ഈ അടുത്ത കാലത്തായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓർഡർ വരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയൊരു മെഷീനറി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ജനങ്ങൾ മരിക്കണം. ഈ ജനങ്ങൾ ആരും തന്നെ അതിന് തയ്യാറല്ല. 8 വർഷം കൊണ്ട് ഞങ്ങളത് സഹിക്കുകയാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ബാക്ക് വശത്തായി നമുക്കൊരു ആറുണ്ട്, വയലുകളുണ്ട്. ഈ വയലുകളെല്ലാം ഇവർ നികത്തുകയാണ്. ഇവർക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷൻ്റെ ഒരു 20 സെൻറ്റോ 30 സെൻറ്റോ വെച്ചിട്ട് അവർ പേപ്പർ വർക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് ബാക്കിലോട്ട് കിടക്കുന്ന പുതുവലെല്ലാം, അതായത് സർക്കാർ ഭൂമിയെല്ലാം അവർ നിവർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നത്, അതായത് ഈ പുക കടത്തി വിടുന്ന ആ കുഴലിൽ കൂടി, അതായത് ക്ലേ മിക്സ് ചെയ്ത ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് ഇരുന്നത്. അത് വരുന്ന സ്ലറി പോലെ വരുന്ന ആ സംയുക്തങ്ങളെടുത്ത് എല്ലാം ഈ നമ്മുടെ ഈ വയലുകളെല്ലാം നികത്തുകയാണ്. ഈ നികത്തിയതിന് ശേഷം ഇത് മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സംവിധാനങ്ങളെല്ലാം ഇത് ലെഡ്, നിക്കല്, കാഡ്മിയം പോലെയുള്ള ഏറ്റവും വിഷകരമായ വസ്തുക്കളാണ് ഇതിൽ നിന്ന് നേരെ എവിടേക്ക് പോകുന്നത്? തണ്ണീർത്തടങ്ങളിലേക്കും നമ്മുടെ വയലുകളിലേക്കും അതുപോലെ ആറിലേക്കും പോകുന്നത്. ഇതെവിടെ എത്തിച്ചേരുമെന്ന് ആരും പറഞ്ഞു തരേണ്ടതില്ല. ഇത്തരത്തിൽ നിയമലംഘനം നടത്തി മുന്നേറുന്ന ഈ സംവിധാനം, ഈ 8 വർഷമായി ഇവിടെ നടക്കുന്ന ഈ സംവിധാനം പൂട്ടിയേ മതിയാകൂ. ജനങ്ങളുടെ ആരോഗ്യമാണ് വിഷയം. പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു, ഗ്രാമസഭയിൽ ഞങ്ങൾ നിരന്തരം പരാതികൾ ഉന്നയിക്കുന്നു, സമീപിക്കേണ്ടവരെയെല്ലാം ഞങ്ങൾ സമീപിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നവകേരള സദസ്സിൽ കുടുംബശ്രീ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നു? പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അതിൽ വന്ന റിപ്പോർട്ട് എന്താണ്? ഇത്തരത്തിൽ മാരകമായ പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നാണ്. പക്ഷേ അത് നിർത്തുന്നതിനെക്കുറിച്ച് അവരതിൽ പ്രതിപാദിച്ചിട്ടില്ല. അതങ്ങനെ പറ്റില്ല. നമുക്ക് DMOയുടെ ഒരു നിരാക്ഷേപ പത്രം ഇവർ കൊടുക്കേണ്ടതുണ്ട് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ. പക്ഷേ DMO പേപ്പർ കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആണെന്ന്. എന്തടിസ്ഥാനത്തിലാണ് DMO പേപ്പർ കൊടുക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾ ആരെങ്കിലും കണ്ടോ? ജനങ്ങളെ കണ്ടിട്ടില്ല. ജനങ്ങളെ കാണാതെ ഇത്തരത്തിലുള്ള പേപ്പർ വർക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ചെയ്യുന്നത്. ഭാരതഭൂഷൺ, വെഞ്ഞാറമൂട്.